മേരി ക്രിസ്മസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ? വായോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ സ്ലാറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ സ്ലാറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് വേണമെങ്കിൽ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പിന്നെ സ്ലാറ്റ് സ്റ്റിച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ച സ്റ്റിച്ചുകൾ തന്നെയാണ്, സാറ്റർ സ്റ്റിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് അതുപോലെ റെഡ് കൊടുത്ത് തന്നെ ഫില്ല് ചെയ്തെടുക്കാറ് ചെയ്യുന്നത്. കണ്ടോ, ആ റിബണിൻ്റെ ഭാഗം വരുന്നതാണ്. അതിൻ്റെ സെൻറ്ററിൽ മാത്രം ഞാൻ ജസ്റ്റ് മറന്നു പോയായിരുന്നു അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ഗ്രീനാണ് ആ സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ആ റിബണിൻ്റെ സെൻറ്ററിലായിട്ട് വരുമല്ലോ ചെറിയൊരു കെട്ടിടുന്ന ഭാഗം അവിടെ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ താഴ്ഭാഗത്തും ആ റിബണിൻ്റെ എൻഡ് വരുന്ന ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റർ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ലെറ്റേഴ്സ് ചെയ്ത് തുടങ്ങാം. അതും ചെറിയ രീതിയിലൊന്ന് സ്റ്റാറ്റർ സ്റ്റിച്ച് തന്നെയാണ്. ചെറിയ രീതിയിൽ വീതി കൂട്ടിയിട്ടാണ് ഈ നമ്മുടെ ലെറ്റേഴ്സ് ചെയ്തെടുക്കുന്നത്. ഓരോന്നും നിർത്തി നമ്മൾ നൂലെല്ലാം അടുത്ത് കട്ട് ചെയ്ത് നീറ്റാക്കിയാണ് ചെയ്തു പോകുന്നത്. നമുക്ക് നമ്മുടെ പേരൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഇതിനിടയ്ക്ക് ചെയ്തില്ലേ ചെറിയൊരു കർച്ചീഫ് പോലത്തെ സ്കാലപ്പ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിതുപോലെ പേര്, നമ്മുടെ നെയിം എഴുതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൂപ്പ് എംബ്രോയ്ഡറി എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ ഈ ഫ്രെയിമോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ ബിസിനസ് ഐഡിയാസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അതനുസരിച്ച് കൊണ്ടുപോയാൽ നമുക്ക് നല്ല ബെനിഫിറ്റാണുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ലെറ്റേഴ്സും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്.
അടുത്ത് നമ്മൾ ലീഫാണ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ലീഫ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ലീഫും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്ററിൽ കൂടെയുള്ള ലൈൻ, അതായത് അതിൻ്റെ സ്റ്റെം വന്നിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചല്ല, റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.